മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തായി. കാലാവധി കഴിഞ്ഞെങ്കിലും ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകിയില്ല. എന്റെ പൊന്നു ദൈവമേ, ഈ ന്യൂസ് കണ്ടപ്പോ അറിയാതെ സന്തോഷം വന്നുപോയി. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ കഴുകന്മാരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് അത് കേട്ട് ആസ്വദിച്ച ഒരുത്തനെ ആദ്യം ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. ഇപ്പോ NSS നല്ല കാര്യം. NSS സംഘടന ചെയ്ത നല്ല കാര്യങ്ങൾ വളരെ നല്ല കാര്യമാണ്. എന്താണ് പുള്ളി പറയുന്നതൊന്ന് കേട്ടു നോക്കിക്കേ ആദ്യം. ഉദ്യോഗസ്ഥന്മാരല്ലേ അക്കാര്യം തീരുമാനമെടുത്തത്. രജിസ്ട്രാറിൽ ഉത്തരം അല്ല, അതെനിക്കറിയത്തില്ല. കാരണം എന്റെ 12 പേരെ പിന്തുണ ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്, ഇപ്പോഴും. എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷേ അവിടെ NSS യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് പിരിച്ചുവിട്ട് ആ കമ്മിറ്റി പിരിച്ചുവിട്ട് ഇതിനകത്ത് ജനാധിപത്യമില്ല എന്ന് പറയും. അത് തെളിയിക്കാനുള്ള രേഖ എന്റെ ഇരുപത് ഇപ്പൊ എന്റെ ഇല്ല, ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. അത് കാണിച്ചുതരാം. മിസ്റ്റർ മുന്നേഷ്, അവിടെ ജനാധിപത്യമല്ല, അവിടെ ജനാധിപത്യമില്ലായിരുന്നു. അവിടെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടായി. എനിക്ക് 12 പേര് എന്റെ പിന്തുണയുള്ള പേപ്പറിന്റെ ഇരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കിയും കാണും. എന്തായാലും ഒടുവിൽ പുള്ളിയുടെ കൂടെ 5000 പേര് കാണും. എന്നാലും സ്ഥാനമൊക്കെ പോയ സ്ഥിതിക്ക് അവരും പോയി കിട്ടും. പുള്ളിയുടെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള അവസ്ഥ കണ്ടപ്പോ എനിക്കിതാണ്ട് ഈ സീനാകുമെന്ന്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി.